നിലമ്പൂർ സെമി ഫൈനലിൽ ഒരുങ്ങുകയാണ് മുന്നണികൾ. അണിയറയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ്. അനൌദ്യോഗിക പ്രചരണങ്ങൾ ചൂടുപിടിക്കുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. അഷ്കർ അലി കരിമ്പയും മുബഷിർ പി അക്ബറും വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. നമ്മൾ ആദ്യം മുബഷിറിലേക്ക് പോകണം. ആദ്യം ഒരു ബ്രേക്കിംഗ് പ്രതികരണത്തിലേക്ക് നമ്മൾ പോകുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് VS ജോയ്. സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടാകാം, ഇല്ലാതിരിക്കാം. ആഗ്രഹങ്ങൾക്ക് അതിരുവെച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വമാണെന്നും ജോയ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കവുമില്ലെന്നും ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും VS ജോയ് റിപ്പോർട്ടറോട് പറഞ്ഞു. നമുക്ക് കേട്ടുവരാം ആദ്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന ഒന്നല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കേരളത്തിലെ ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് സാധാരണ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളും ഒക്കെ അത് വരുന്നത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, ആഗ്രഹങ്ങളില്ലാതിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അതിൽ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി നേതൃത്വമാണ്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഈ വിഷയത്തിലെടുക്കുന്ന എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം അംഗീകരിക്കും. നമുക്കൊപ്പം മുബഷിർ പി അക്ബറുണ്ട്. മുബഷിർ പി അക്ബർ, നമ്മൾ VS ജോയെ സമീപിച്ചപ്പോൾ DCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ളതിന്റെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ്. ആര് തീരുമാനിച്ചാലും അത് കൃത്യമായി തന്നെ നടപ്പിലാവുകയും ചെയ്യും. DCC പ്രസിഡന്റ് എന്ന നിലയിൽ ഉള്ളൊരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥി താങ്കളാകുമോ എന്ന ചോദ്യത്തിന് എന്തായിരുന്നു മറുപടി മുബഷിർ പി അക്ബർ? ഹൈക്കമാൻഡ് അത് തീരുമാനിക്കും. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്നുള്ളതാണ് DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ പേരുകളിൽ VS ജോയുടെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും പേരുകളാണ് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. അനൌദ്യോഗിക പ്രചാരണം ഇവരുടെ അനുയായികൾ ആരംഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവരുടെ നേട്ടങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വേളയിൽ കൂടിയാണ് VS ജോയ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ UDFനെ സംബന്ധിച്ചൊരു തർക്കവും നിലനിൽക്കുന്നില്ല. ഒക്കെ മാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണം മാത്രമാണ്. പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് എല്ലാ കാലത്തും ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കാറുണ്ട്. അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് തർക്കമല്ല, മരിച്ചൊരു ജനാധിപത്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗം മാത്രമാണെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാധ്യമങ്ങൾ പറയുന്നത് പോലെ തന്നെ 2 പേരിലേക്ക് എത്തുമ്പോൾ അതിലൊരു പേര് തിരഞ്ഞെടുക്കാൻ വളരെ ഈസി ആയിരിക്കുമല്ലോ എന്നൊരു ചോദ്യം VS ജോയ് ഉന്നയിക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം നാടുകൂടിയായ നിലമ്പൂരിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആഗ്രഹമുണ്ടാകാം, ആഗ്രഹമില്ലാതിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും, തന്നെ മത്സരിപ്പിക്കാൻ തയ്യാറായാലും മത്സരിപ്പിക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാലും അത് അംഗീകരിക്കുമെന്നും VS ജോയ് വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മുബഷിറാണ് നമുക്കൊപ്പം ചേർന്നത്. VS ജോയുമായി സംസാരിച്ചത് മുബഷിറാണ്.